സോ നമ്മൾ മുന്നേ പഠിച്ച പ്രോബബിലിറ്റിയിലൊക്കെ പഠിച്ച ബെയേഴ്സ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ മാപ്പ് റിസീവർ അല്ലെങ്കിൽ മാക്സിമം എപ്പോസ്റ്റോറിയോറി പ്രോബബിലിറ്റി എന്ന് പറയും. എപ്പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി, മാക്സിമം എപ്പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാപ്പ്, MAP എന്ന് അതിന് ഷോർട്ടാക്കി പറയും. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ബെയേഴ്സ് തിയറം. This is based on the application of Bayes' theorem. So here first we have to consider consider a digital communication system or a digital communication system consider with the binary information symbols. So a digital communication system നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ബൈനറി ഇൻഫർമേഷൻ ഉള്ള സിമ്പിൾസ് ആണ്. അതായത് ഇൻ വിച്ച് ദ സാമ്പിൾ സ്പേസ് എസ്, ആ ഒരു ഇൻഫർമേഷൻ്റെ ആ സിമ്പിൾസിൻ്റെ സാമ്പിൾ സ്പേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബൈനറി ഇൻഫർമേഷൻ സിമ്പിൾ 0 ഉണ്ടാവും, സിമ്പിൾ 1 ഉണ്ടാവും. സോ നമ്മൾ പറയുന്നത് ഒരു കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ നമ്മളൊരു ബൈനറി ഇൻഫർമേഷൻ ലൈക്ക് 0 അല്ലെങ്കിൽ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എസ് എഴുതുവാണെങ്കിൽ എന്തെല്ലാം വാല്യൂസ് ഉണ്ടാവുക? ബൈനറി ഇൻഫർമേഷൻ ആയതുകൊണ്ട് 2 വാല്യൂസ് ഉണ്ടാവുക, ഒന്ന് 0 ഒന്ന് അത് 1. സോ എസ് ഇസ് ഈക്വൽ ടു എസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസ് ആണ്. ആൻഡ് ദ സാമ്പിൾ സ്പേസ് കൺസിസ്റ്റ് ഓഫ് 2 symbols, that is symbol 0 and symbol 1. So ഈ symbol 0 and symbol 1 ആണ് ബൈനറി ഇൻഫർമേഷൻ സിമ്പിൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 2 ഇവന്റ് കൺസിഡർ ചെയ്യാം. ലെറ്റ് us consider 2 events. A0 എന്ന് പറഞ്ഞ ഒരു ഇവന്റും അതേപോലെ A1 എന്ന് പറഞ്ഞ ഇവന്റും. A0 എന്ന് പറഞ്ഞ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് A0. ഇനി A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. A1 എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് A0 കറസ്പോണ്ട്സ് ടു ബൈനറി സിമ്പിൾ 0. A0 എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ആണ് വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു ദ സിമ്പിൾ 0 ആൻഡ് A1 കറസ്പോണ്ട്സ് ടു ദ ബൈനറി സിമ്പിൾ 1. സിമ്പിൾ 1ന് കറസ്പോണ്ട് ചെയ്യുന്ന ഇവന്റ് ആണ് A0. സോ നമ്മളങ്ങനെ എഴുതുന്നതാണെങ്കിൽ A0 നമുക്ക് എങ്ങനെ എഴുതാം? ഈ സാമ്പിൾ സ്പേസിലെ 0 വാല്യൂനോട് ഈക്വൽ ആണ് A0 എന്ന് പറഞ്ഞാൽ ബൈനറി സിമ്പിൾ 0നോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവന്റ് ആണ് A0. ബൈനറി 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവന്റ് ആണ് A1. സോ ഈ ബേസ് തിയറത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താ? സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ ആണ് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആയിട്ടുള്ള ആവണം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 2 ഇവന്റ്, ഇഫ് 2 ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്, നമുക്ക് ബേസ് തിയറത്തിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു നമുക്ക് പറയാം. സോ ഈ A0 എന്ന് പറഞ്ഞൊരു ഇവന്റും A1 എന്ന് പറഞ്ഞ ഇവന്റും, A0 എന്ന് പറഞ്ഞാൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു സിമ്പിൾ 0 ആണ്, A1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കറസ്പോണ്ട് ടു സിമ്പിൾ 1 ആണ്. സോ A0 ആൻഡ് A1 ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് A0 യൂണിയൻ A1, നമ്മളിപ്പോൾ A0 യൂണിയൻ A1 എടുക്കുകയാണെങ്കിൽ അത് ദാറ്റ് ഈസ് 0 യൂണിയൻ 1. A0 ഈക്വൽ A1, A0 യൂണിയൻ A1 എന്ന് പറയുകയാണെങ്കിൽ A0 എന്ന് വെച്ചാൽ എന്താ? 0 ആണ്. സോ യൂണിയൻ A1. സോ A0 എന്ന് പറഞ്ഞാൽ 0 ആണ്, യൂണിയൻ A1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 0 യൂണിയൻ A1 എന്ന് പറഞ്ഞാൽ എന്താ? 0,1 ആണ് യൂണിയൻ എടുക്കുന്ന സമയത്ത്. സോ ദാറ്റ് ബിലോങ്സ് ടു സാമ്പിൾ സ്പേസ് ആണ്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സാമ്പിൾ സ്പേസ്. സോ A0 യൂണിയൻ A1 ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ബിക്കോസ് A0 യൂണിയൻ A1 is equal to 0 union 1, which is basically equal to 0, 1, which is the entire sample space. A0 യൂണിയൻ A1 എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് തന്നെയാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്കത് സോ A0 A1 ക്ലിയർലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാം. ബിക്കോസ് A0 ഇന്റർസെക്ഷൻ A1 ഈസ് എ നൾ സ്പേസ്, നൾ ഇവന്റ് ആണ്. A0 ഇന്റർസെക്ഷൻ, അതായത് A0 ഇന്റർസെക്ഷൻ A1 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നൾ ഫേസ് നൾ ഇവന്റ് ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു എംടി സ്പേസ് അല്ലെങ്കിൽ എംടി ഇവന്റ് എന്ന് പറയാം. സോ A0 ഇന്റർസെക്ഷൻ A1 എന്ന് പറഞ്ഞാൽ 5 അല്ലെങ്കിൽ നൾ ഇവന്റ് ആണ്. A0 യൂണിയൻ A1 എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സ്പേസ് ആണ്, നമ്മുടെ സാമ്പിൾ സ്പേസ് തന്നെയാണ്. സോ A0 ആൻഡ് A1 ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സോസ്റ്റീവ് നമുക്ക് പറയാം. സോ ഈ A0, അതായത് 2 ഇവന്റ് which corresponds to 0 and 1 respectively are mutually exclusive and exhaustive. So this satisfies one of the prerequisite condition for Bayes theorem.
ബെയർസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യേണ്ട വൺ ഓഫ് ദി പ്രീ റിക്വസ്റ്റ് കണ്ടീഷൻ ആണ് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സോസ്റ്റീവ് ആണ് കണ്ടീഷൻ. സോ ഇത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയാം. നെക്സ്റ്റ് കൺസിഡർ ബൈനറി സിമെട്രിക് ചാനൽ. നമ്മളൊരു ബൈനറി സിമെട്രിക് ചാനൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ട്രാൻസ്മിറ്റർ ആണ്. ആൻഡ് ഹിയർ വി ഹാവ് A0 ഫോർ സിമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, A1 വെൻ സിമ്പിൾ 1 ഈസ് ട്രാൻസ്മിറ്റിംഗ്. അതിൻ്റെ A0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.1 ആണ്. A1 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.9 ആണ്. സോ ഒന്ന് ദിസ് ഈസ് ദ ട്രാൻസ്മിറ്റർ സൈഡ്, ഇതൊരു ട്രാൻസ്മിറ്റർ സൈഡാണ്. ആൻഡ് ദിസ് ഈസ് ദ റിസീവർ സൈഡ്. റിസീവർ സൈഡിൽ നമുക്ക് കാണാം ഒന്ന് A0 അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് A0 തന്നെ റിസീവ് ചെയ്യാൻ പ്രോബബിലിറ്റി, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. A0 ട്രാൻസ്മിറ്റ് ചെയ്ത് A0 റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. A0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. A0 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ B ക്യാപ്പ് കാണിക്കുന്നത്. ഇത് B. നെക്സ്റ്റ് A1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് A1 തന്നെ റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ B ഡെൽറ്റ, സോറി B ടിൽറ്റ് എന്ന് പറയാം. B ടിൽറ്റ് ആണ് ഈ ഫംഗ്ഷൻ. സോ B ടിൽറ്റ് എന്ന് പറയുന്നത്. ഇനി 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട്, അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്ത് 0 റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ B. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ at the transmitter side we can transmit a symbol that is 0, A0, that is symbol 0. നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡിൽ നമുക്ക് ഇവിടെ കാണാം we can transmit a symbol A0 എന്ന് പറഞ്ഞൊരു സിമ്പിൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. That and the event A1 corresponds to the transmission of symbol 1. So A0 എന്ന് പറഞ്ഞൊരു ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഒരു ഇവന്റ് ആണ്. ആൻഡ് A1 എന്ന് പറയുന്നത് സിമ്പിൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇവന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് A0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ 0 ഈസ് ട്രാൻസ്മിറ്റഡ് വിത്ത് 0.1. ഇനി ഇതേപോലെ തന്നെ A1 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി, അതായത് the probability that symbol 1 is transmitted, that is the probability of A1 which is equal to P1 is equal to 0.9. അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.9 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് A0 നമുക്ക് എന്ത് ചെയ്താം, വിച്ച് ഇസ് ഈക്വൽ ടു P0. പ്രോബബിലിറ്റി ഓഫ് A0 എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു P0 വിച്ച് ഇസ് ഈക്വൽ ടു 0.1 ആണ്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് A1 വിച്ച് ഇസ് ഈക്വൽ ടു P1 ഇസ് ഈക്വൽ ടു 0.9 ആണ്. സോ നമ്മളൊരു ബൈനറി, ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മളൊരു ബൈനറി സിസ്റ്റം സിമെട്രിക് ചാനൽ കൺസിഡർ ചെയ്തു. ഈ ചാനലിൽ നമ്മൾ 2 സിമ്പിൾസ് നമ്മൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ഒന്ന് 0 ആണ്, ഒന്ന് 1 ആണ്. സോ A0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആ ഇവന്റ് ആണ്, അല്ല സോറി 0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇവന്റ് ആണ് A0. അത് 0 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി 0.1 ആണ്. ആൻഡ് 1 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇവന്റ് ആണ് A1. ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് A1 അതെന്ന് വെച്ചാൽ P1 which is equal to P1 is equal to 0.9 ആണ്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ A0 ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ 0 റിസീവ് ചെയ്യും, അല്ലെങ്കിൽ എറർ, അതായത് 1 റിസീവ് ചെയ്യും. നെക്സ്റ്റ് A1 ട്രാൻസ്മിറ്റ് ചെയ്ത് 1 ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് റിസീവ് സൈഡിൽ 1 റിസീവ് ചെയ്യും, അല്ലെങ്കിൽ 0 റിസീവ് ചെയ്യും. സോ അതാണ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇനി ട്രാൻസ്മിറ്റഡ് 0, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത 0 can either be received as 0. അതാണ് നമ്മളിപ്പം പറഞ്ഞ പോയിന്റ്. ഈ നമ്മൾ ഇപ്പം 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തെങ്കിൽ ആ 0 either it can be received as 0, then the probability of which is equal to 0.8 എന്ന് പറയും. നമുക്ക് 0 ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ റിസീവ് ചെയ്യാം. either it can receive as 0 അല്ലെങ്കിൽ 1 ആയിട്ട് റിസീവ് ചെയ്യാം. സോ ഇപ്പം നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ദിസ് ഇസ് ഹൗ 1 മൈനസ് പി എന്നുള്ള രീതിയിൽ. ആൻഡ് നെക്സ്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് 0 ക്യാൻ ബി ഫ്ലിപ്ഡ് ടു 1. നമ്മളിപ്പോൾ 0 ട്രാൻസ്മിറ്റ് ചെയ്ത് 1 റിസീവ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കണ്ടീഷൻ. ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് പി ഈസ് ഈക്വൽ ടു 0.2. then the probability is equal to 0.2 നമുക്ക് പറയാം. സോ അതായത് 0 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താൽ അത് 2 രീതിയിൽ അവിടെ റിസീവർ സൈഡിൽ എത്താം. ഒന്നില്ലെങ്കിൽ 0 തന്നെ എത്താം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.8 ആണ്. അല്ലെങ്കിൽ 1 ആയിട്ട് ഫ്ലിപ്പ് ചെയ്യും, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാം, അതായത് B ടിൽറ്റ റിസീവ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് 0.8 എന്ന് പറഞ്ഞാൽ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യാനും, 0.2 എന്ന് പറഞ്ഞാൽ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാനുള്ളത്.
പ്രോബബിലിറ്റി അത് മാർക്ക് ചെയ്യണം. അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. നമ്മൾ 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 തന്നെ റിസീവ് ചെയ്യേണ്ട പ്രോബബിലിറ്റി 0.82 ആണ്. 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യുന്നതാണെങ്കിൽ 0.2 ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്, 0 തന്നെ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0.8 ആണ്. നെക്സ്റ്റ് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 ആ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0.2 ആണ്. സിമിലർ കേസ് തന്നെയാണ്. ഇപ്പോൾ 1 ട്രാൻസ്മിറ്റ് ചെയ്തു, നമ്മൾ 1 തന്നെ റിസീവ് ചെയ്യുകയാണെങ്കിൽ 0.8 ആണ്. 1 ട്രാൻസ്മിറ്റ് ചെയ്തു 0 റിസീവ് ചെയ്യുകയാണെങ്കിൽ 0.2 ആണ്. So the probability that 0 can be flipped to a 1 and the probability that the 1 can be flipped to 0, both this probability are symmetric and this probability are equal to 0.2. അല്ലേ? നമ്മളിപ്പം ഫ്ലിപ്പ് പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിൽ ഫ്ലിപ്പ് ചെയ്യുന്ന പ്രോബബിലിറ്റി, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യേണ്ടതും 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ഫ്ലിപ്ഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടും സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു ചാനലിനെ നമുക്ക് ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറയാൻ പറ്റും. The probability that 0 can get flipped to a 1 and the probability that 1 can get flipped to a 0. Both these probabilities are symmetric. അല്ലേ? ഈ രണ്ട് പ്രോബബിലിറ്റിയും സിമെട്രിക് ആണ്. അതായത് അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി എത്രയാ? ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 0 ഫ്ലിപ്പ് ചെയ്തിട്ട് 1 ആകുന്നതും 1 അല്ല ഇപ്പോൾ 1 ഫ്ലിപ്പ് ചെയ്തിട്ട് 0 ആകുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി 0.2ഉം 0.2 ആണ്. സോ സെയിം ആണ്. സോ നമുക്ക് പറയാം ഈ ബൈനറി ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ബൈനറി സിമെട്രിക് ചാനലാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് A0 എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇവന്റ് ഒക്കർ ചെയ്യേണ്ട പ്രോബബിലിറ്റി, ദാറ്റ് ഇസ് P പ്രോബബിലിറ്റി ഓഫ് 0 ആവേണ്ട പ്രോബബിലിറ്റി 0.1 ആണ്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് A1, ആ ഒരു A1 എന്ന് പറഞ്ഞ ഇവന്റ് ഒക്കർ ചെയ്യേണ്ട പ്രോബബിലിറ്റി, അതായത് 1 ഒക്കർ ചെയ്യേണ്ട പ്രോബബിലിറ്റി, അത് എത്ര? 0.9 ആണ്. ഈ രണ്ട് പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് A0, പ്രോബബിലിറ്റി ഓഫ് A1, ദീസ് two probabilities are known as prior probabilities. മുന്നേ നമ്മൾ പ്രയർ ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് ആണ് ഈ രണ്ട് പ്രോബബിലിറ്റീസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് B ഗിവൺ A1, അതായത് നമ്മൾ B റിസീവ് ചെയ്യുന്നുണ്ട്, A1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് B റിസീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ A0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് B ക്യാപ് റിസീവ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി എന്ന് പറയും. ഫ്ലിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. നോക്കാം, ഇപ്പം നിങ്ങൾ ഈ നെക്സ്റ്റ് കഴിഞ്ഞ ഫിഗറിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 തന്നെ റിസീവ് ചെയ്യേണ്ട പ്രോബബിലിറ്റിനെ നോൺ ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി എന്ന് പറയാം. അതായത് P ഓഫ് A0 ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് B, ഇതാണെങ്കിൽ ഇത് നോൺ ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി ആണ്. ഇനി P ഓഫ് A1 ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്, നമുക്ക് റിസീവ് ചെയ്യുന്നത് എന്താ? റിസീവ് ചെയ്തത് B ആണെങ്കിൽ, A1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നത് B ആണെങ്കിൽ നമുക്കതിനെ ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി എന്ന് പറയും. ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി. നേരെ മറിച്ച് നമ്മൾ A1 ട്രാൻസ്മിറ്റ് ചെയ്തു B ടിൽട്ടാ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താ? അത് നോൺ ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ P ഓഫ് B ഗിവൺ A1 ഈക്വൽ ടു P ഓഫ് B ടിൽട്ട് ഗിവൺ A0 വിച്ച് ഈസ് ഈക്വൽ ടു 0.2. അതിനെ ഫ്ലിപ്പിംഗ് പ്രോബബിലിറ്റി എന്ന് പറയും. ആൻഡ് P ഓഫ് B ഗിവൺ A0 is equal to P of B tilde given A1 which is equal to 0.8, that is non-flipping probability എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോബബിലിറ്റിനെ പറയുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ P ഓഫ് B ഗിവൺ A1ഉം P ഓഫ് B ഗിവൺ A0നും പറയുന്നത് ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി എന്ന് പറയാം. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വി ആർ നൗ എംപ്ലോയിങ് ബെയേഴ്സ് തിയറം. ബെയേഴ്സ് തിയറം വെച്ചിട്ട് നമ്മൾ ഈ എപ്പോസ്റ്റീരിയോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. സോ ഈ എപ്പോസ്റ്റീരിയോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം എപ്പോസ്റ്റീരിയോ പ്രോബബിലിറ്റി ആണ് മാപ്പ് റിസീവർ. സോ ഈ എപ്പോസ്റ്റീരിയോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ P ഓഫ് A0 ഗിവൺ B, അതായത് ഇപ്പം 0 റിസീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഗിവൺ B is equal to 0 has been received, then what is the probability that A0 is equal to 0? A0, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത A0 0 ആവാനുള്ള പ്രോബബിലിറ്റി. നേരത്തെ കേസിൽ നമ്മൾ പറയുന്നത് എന്താ? A0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് B, അതായത് റിസീവ് ചെയ്യുന്നത് 0 ആവാനുള്ള പ്രോബബിലിറ്റി. നെക്സ്റ്റ് ഈ എപ്പോസ്റ്റീരിയോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ 0 റിസീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് എപ്പോസ്റ്റീരിയോ പ്രോബബിലിറ്റി.
അതാണ് എഴുതിയിരിക്കുന്നത് പി ഓഫ് A0 ഗിവൺ ബി എന്നുള്ളത്. സോ ഗിവൺ ബി ഈക്വൽ ടു 0, അതായത് നമ്മൾ റിസീവ് ചെയ്തത് 0 ആണെങ്കിൽ then what is the probability that A0 is equal to 0 has been transmitted? A0 equal to 0 തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്നാണ്. സോ ദാറ്റ് ഈസ് എ പോസ്റ്റീരിയർ പ്രോബിലിറ്റി ഓഫ് A0 ഗിവൺ ബി. അതാണ് എ പോസ്റ്റീരിയർ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടു, പ്രയർ പ്രോബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കി. പ്രയർ പ്രോബിലിറ്റീസ് എന്തൊക്കെയാ? പി ഓഫ് A0 പി ഓഫ് A1 ആണ് പ്രയർ പ്രോബിലിറ്റീസ്. പിന്നെ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റീസ് നോക്കി, നോൺ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റീസ്, അതിനെ ലൈക്ലിഹുഡ് പ്രോബിലിറ്റീസ് എന്ന് പറയും. ഫ്ലിപ്പിംഗ് അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് ആൻഡ് നോൺ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റീസിന് ലൈക്ലിഹുഡ് പ്രോബിലിറ്റീസ് എന്ന് പറയും. നെക്സ്റ്റ് മാക്സിമം എപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി, അതായത് എപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്തത് ഇതാണ്, അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തത് അതാവേണ്ട പ്രോബിലിറ്റി. ഇപ്പൊ റിസീവ് ചെയ്തത് 0 ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 ആവേണ്ട പ്രോബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. സാധാരണ ലൈക്ലിഹുഡ് പ്രോബിലിറ്റി എന്നാൽ നേരെ തിരിച്ചിട്ടാണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് 1 ആണെങ്കിൽ റിസീവ് ചെയ്യണം 1 ആവേണ്ട പ്രോബിലിറ്റി. അതാണ് ഈ ലൈക്ലിഹുഡ് പ്രോബിലിറ്റിയിലെ നോൺ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റി. ട്രാൻസ്മിറ്റ് ചെയ്തത് 1 ആണെങ്കിൽ റിസീവ് ചെയ്യുന്നത് 1 ആവാനുള്ള പ്രോബിലിറ്റി. ലൈക്ലിഹുഡിൽ തന്നെ നോൺ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റിയും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ റിസീവ് ചെയ്തത് 1 ആണെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് നോൺ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റി. സോ ലൈക്ലിഹുഡിൽ 2 തരം പ്രോബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അപ്പോസ്റ്റീരിയറിൽ ഒറ്റ ഡെഫിനിഷൻ, പി ഓഫ് ഇപ്പോൾ 0 റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 വരാനുള്ള പ്രോബിലിറ്റി. നെക്സ്റ്റ് ഈ അപ്പോസ്റ്റീരിയർ നമ്മൾ ബെയേഴ്സ് തിയറം അപ്ലൈ ആണ്. ഈ അപ്പോസ്റ്റീരിയറിൽ ബെയേഴ്സ് തിയറം അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ വരും? ബെയേഴ്സ് തിയറം അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ പി ഓഫ് A0 ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് ബി ഗിവൺ A0 ഇൻറ്റു പി ഓഫ് A0 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ഗിവൺ A0 പ്ലസ് പി ഓഫ് ബി ഗിവൺ A1 ഇൻറ്റു പി ഓഫ് A1. ഇതാണ് ബെയേഴ്സ് തിയറം. ഇത് നിങ്ങൾ പണ്ട് പ്രോബിലിറ്റിയിൽ പഠിച്ച ഫോർമുലയാണ്. പി ഓഫ് എ ഗിവൺ ബി എന്നുള്ളതാണെങ്കിൽ നമുക്കങ്ങനെ എഴുതാം, പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ബൈ പി ഓഫ് വാട്ട് വി കെ സേ ബി ഗിവൺ എ. സോ എ ഇപ്പം 0 ആണെങ്കിൽ, 0ഉം 1ഉം ആണെങ്കിൽ, സോറി ഇവിടെ B0ഉം 1ഉം ആണെങ്കിൽ പി ഓഫ് എ എഴുതാം പ്ലസ് പി ഓഫ് ബി ഗിവൺ A1 പ്ലസ് പി ഓഫ് A1. സോ ഇത് നമ്മൾ ബെയേഴ്സ് തിയറത്തിൽ പണ്ട് പഠിച്ച ഫോർമുലയാണ്. ഇത് നമ്മൾ പണ്ട് ബെയേഴ്സ് തിയറത്തിൽ പഠിച്ച ഫോർമുലയാണ് പി ഓഫ് A0 അല്ലെങ്കിൽ എ ഗിവൺ ബി എന്നുള്ള ഫോർമുല. സോ അത് നമ്മൾ നേരെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ഇതിലെ ഓരോ ടേംസും നമുക്കറിയാം. പി ഓഫ് ബി ഗിവൺ A0 എന്ന് പറഞ്ഞാൽ എന്താ? A0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ബി കിട്ടാനുള്ള, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ ഓൾറെഡി അറിയാം 0.8 ആണുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്രയർ പ്രോബിലിറ്റിന്റെ വാല്യൂ നമുക്കറിയാം 0.1 ആണുള്ളത്. നെക്സ്റ്റ് what we can say 0.8. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് താഴത്തെ ടേം അത് തന്നെ പി ഓഫ് ബി ഗിവൺ A0 ഇൻറ്റു പി ഓഫ് A0 ദാറ്റ് ഇസ് 0.8. പിന്നെ പി ഓഫ് ബി ഗിവൺ A1, അതായത് A1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റി ആണ്, അത് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.2 ആണ്. സോ പി ഓഫ് A1 എന്ന് പറഞ്ഞാൽ 0.9 ആണ്. സോ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പി ഓഫ് A0 ഗിവൺ ബി എന്ന് പറഞ്ഞാൽ 8/26 ആണ്. അതായത് നമ്മൾ 0 റിസീവ് ചെയ്തിട്ടുണ്ട്, 0 റിസീവ് ചെയ്ത് ദാറ്റ് ഇസ് 1 ഹാസ് ബീൻ ട്രാൻസ്മിറ്റഡ് ഗിവൺ ദാറ്റ് 0 ഹാസ് ബീൻ റിസീവ്. പി ഓഫ് A0 എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് ഇനി നെക്സ്റ്റ്, അതായത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ദാറ്റ് ഇസ് 8/26 കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1, അതായത് ഇത് പി ഓഫ് A1 ഗിവൺ ബി, പി ഓഫ് A1 ഗിവൺ ബി, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്, 0 റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി 1 കിട്ടാനുള്ള പ്രോബിലിറ്റി, അതായത് 0 റിസീവ് ചെയ്തിട്ടുണ്ട്, സോ 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് പി ഓഫ് A1 ഗിവൺ ബി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ബെയേഴ്സ് തിയറം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പി ഓഫ് A1 ഗിവൺ ബി എന്ന് പറയുന്നത് 18/26 ആണ്. 18/26 ആണ്. സോ പി ഓഫ് A0 ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 റിസീവ് ചെയ്തു, ബി എന്ന് പറഞ്ഞാൽ 0 റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് പി ഓഫ് A0 ഗിവൺ ബി. ഇനി പി ഓഫ് A1 ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ? 0 റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 1 ആണ്, 0 എന്ന് റിസീവ് ചെയ്തിട്ടില്ല. സോ 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ
P of A1 given B 18/26 ആണ് greater than 8/26. 18/26 is greater than 8/26. So a posterior probability corresponding to 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്, അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള a posterior probability ആണ് greater than a posterior probability corresponding to 0. So based on this maximum a posterior, നമ്മൾ ഇവിടെ ബേസ് ചെയ്യുന്നത് മാക്സിമം എപ്പോസ്റ്റീരിയർ ഏതിനാണ് ഉള്ളതെന്നാണ് ബേസ് ചെയ്യുന്നത്. സോ ഇവിടെ 1-നാണ് മാക്സിമം എപ്പോസ്റ്റീരിയർ ഉള്ളത്. സോ ബേസ്ഡ് ഓൺ ദ മാക്സിമം എപ്പോസ്റ്റീരിയർ വി ചൂസ് ഓർ ഡിസൈഡ് 1 അറ്റ് ദ റിസീവർ. നമ്മൾ ബേസ് ചെയ്ത് ഈ പറഞ്ഞ എപ്പോസ്റ്റീരിയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതിനാണ് ഏറ്റവും കൂടുതൽ എപ്പോസ്റ്റീരിയർ ഉള്ളത് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ബെയേഴ്സ് തിയറം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ എപ്പോസ്റ്റീരിയർ ഉള്ളത്, മീൻസ് ഏത് വാല്യൂ ആണ് ഗ്രേറ്റർ, then we decide. So here നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 18/26 this is greater than 8/26. So ഈ 18/26 എന്ന് പറഞ്ഞാൽ എന്താ, 1 ട്രാൻസ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു പ്രോബബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ദ posterior probability corresponding to 1. So based on this maximum value, that is 18/26 here, in this case we choose or decide that 1 at the receiver. 0 റിസീവ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 1 ട്രാൻസ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു കണ്ടീഷനാണ് വരുന്നത്. മീൻസ് 1 കാരണം 18/26 ആണ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി. സോ അത് 0-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി 8/26. സോ 1-ന്റെ പ്രോബിലിറ്റി ആണ് ഈ പറഞ്ഞ 0-ന്റെ പ്രോബിലിറ്റിനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ പറയുന്നത് റിസീവറിൽ എത്തിയിരിക്കുന്നത് 1 ആണെന്ന്, ഇൻ ഫേവർ ഓഫ് 1 ആണ് വി ടേക്ക് ദ ഡിസിഷൻ. So we choose or decide 1 at the receiver since it corresponds to maximum a posterior probability. 1-നാണ് ഇവിടെ a posterior probability കൂടുതലുള്ളത്. So at this receiver, and this receiver is therefore known as maximum a posterior probability receiver. So ഇതിനെയാണ് നമ്മൾ മാപ്പ് റിസീവർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മാപ്പ് റിസീവർ എന്ന് പറയുന്നത്. സോ ദ കറസ്പോണ്ടിങ് corresponding to the observation, observation corresponding ആയിട്ട് we compute what are the posterior probability. So observation ബേസ് ചെയ്തിട്ട് ഈ ഓരോ ഒബ്സർവേഷൻ നമ്മൾ ഈ posterior probability കമ്പ്യൂട്ട് ചെയ്യും of the various transmitted symbols. 0-നും 1-നും നമ്മളിപ്പോൾ 0 1 ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓരോ സിമ്പിൾസിനും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് posterior probability കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യും. And we choose the transmitted symbol which has the maximum posterior probability. അതിൻ്റെ അകത്തുനിന്ന് ഏത് സിമ്പിളിനാണ് മാക്സിമം posterior probability ഉള്ളത് അതിനെയാണ് ഈ റിസീവർ ഡിസൈഡ് ചെയ്യുക. സോ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന റിസീവറിനെയാണ് നമ്മൾ മാപ്പ് റിസീവർ എന്ന് പറയുന്നത്. ഈ മാപ്പ് റിസീവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ബെയേഴ്സ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ മാപ്പ് റിസീവർ എന്ന് പറയുന്നത്. സോ ഇത് ഈ പറഞ്ഞ posterior probability ബേസ് ചെയ്തിട്ടാണ്. സോ ദിസ് മിനിമൈസസ് ദ പ്രോബിലിറ്റി ഓഫ് എറർ അറ്റ് ദ റിസീവർ. സോ നമ്മളിപ്പോൾ മാപ്പ് റിസീവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എറർ നമ്മളത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യേണ്ട ആ എറർ മിനിമൈസ് ചെയ്യുന്നുള്ളതാണ് ഈ മാപ്പ് റിസീവറിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് ഈ മാപ്പ് റിസീവറിന് ഒപ്റ്റിമൽ റിസീവർ എന്ന് കൂടി പറയും. ഈ മാപ്പ് റിസീവറിന് ഒപ്റ്റിമൽ റിസീവർ എന്ന് കൂടി പറയും. സോ ദിസ് ഒപ്റ്റിമൽ റിസീവർ വിച്ച് മിനിമൈസസ് ദ പ്രോബിലിറ്റി ഓഫ് എറർ അറ്റ് ദ റിസീവർ. സോ ഈ ഒപ്റ്റിമൽ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇറ്റ് മിനിമൈസസ് ദ പ്രോബിലിറ്റി ഓഫ് എറർ അറ്റ് ദ റിസീവർ. സോ ഇതാണ് മാപ്പ് റിസീവർ. സോ നെക്സ്റ്റ് മാക്സിമം നമ്മൾ നേരത്തെ ഒരു പ്രോബിലിറ്റി ചെയ്തിട്ടുണ്ട്, ലൈക്ലിഹുഡ് പ്രോബിലിറ്റി കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ലൈക്ലിഹുഡ് പ്രോബിലിറ്റി ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ലൈക്ലിഹുഡ് പ്രോബിലിറ്റി. സോ ഈ ലൈക്ലിഹുഡ് പ്രോബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസീവറാണ് ML റിസീവർ, മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ. ലൈക്ലിഹുഡ് പ്രോബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസീവറാണ് ML റിസീവർ അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ഫംഗ്ഷനുള്ള പ്രോബിലിറ്റി P of B given A1 അല്ലെങ്കിൽ P of B given A0 അല്ലെങ്കിൽ P of B tilde given A0 അല്ലെങ്കിൽ P of B tilde given A1. സോ ഇതാണ് ML റിസീവർ. മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യാമെങ്കിൽ P of B given A0, അതായത് 0 ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ 0 കിട്ടാനുള്ള പ്രോബിലിറ്റി അത് 0.8 ആണ്. ഇനി 1 ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തെങ്കിൽ 0 കിട്ടാനുള്ള പ്രോബിലിറ്റി അത് 0.2 ആണ്. സോ ഇതാണ് ലൈക്ലിഹുഡ്. ഈ രണ്ട് ഫംഗ്ഷനെ ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. അതും അതിൻ്റെ നെക്സ്റ്റ് കേസ് ആയിട്ട് ടിൽറ്റിൻ്റെ കേസും എല്ലാത്തിനും ലൈക്ലിഹുഡ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ബെയേഴ്സ് തിയറത്തിൽ ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ P of B given A0, അതായത് 0 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, 0 കിട്ടാനുള്ള പ്രോബിലിറ്റി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ P of
1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 കിട്ടാനുള്ള പ്രോബിലിറ്റി. സോ therefore നമ്മൾ എന്താ ചെയ്യുക, therefore we decide based on this that the transmitted symbol is 0. ഈ ലൈവ്ലിഹുഡ് റിസീവർ ഫംഗ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ബെയേഴ്സ് തിയറം വെച്ച് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതായത് 0.8 ആണ് ഗ്രേറ്റർ ദാൻ 0.2 അല്ലെ, 0.8 ഗ്രേറ്റർ ദാൻ 0.2 ആണ് ഒബ്വിയസ്ലി. സോ നമ്മൾ എന്താ ചെയ്യുക, വി ഡിസൈഡ് ദാറ്റ് ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ വി ഡിസൈഡ് ദാറ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ 0 ആണെന്ന് പറയും. സോ ദിസ് ഇസ് നോൺ ആസ് മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ. ഈ ടൈപ്പ് ഓഫ് റിസീവറിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ. സോ ലൈക്ലിഹുഡ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ ലൈക്ലിഹുഡ് ഓഫ് 1. So ML receiver designs the 0 against 1. ML receiver ആണെങ്കിൽ it decides the 0 against 1. However, the map receiver looks at the a posterior probability. Map receiver look on to a posterior probability ആണ് and decides 1 rather than 0. Map receiver decide ചെയ്തത് in favor of 1 ആണ് rather than 0. ML receiver ആണെങ്കിൽ it decides 0 rather than 1. So the map receiver minimizes the probability of error, not the ML receiver. Probability of error കുറവുള്ളത്, അതായത് probability of error, അത് സിമ്പിൾ റിസീവ് ചെയ്യാനുള്ള probability of error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് റിസീവറിലാണ് കുറവ്. സോ ഈ മാപ്പ് റിസീവറിനെ ഒപ്റ്റിമൽ റിസീവർ എന്ന് കൂടി പറയും. നമ്മൾ ML റിസീവറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എറർ കുറവ്, അതായത് ഒക്കറൻസിൻ്റെ ഈ എററിൻ്റെ ഒക്കറൻസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എറർ കുറവുള്ളത് മാപ്പ് റിസീവറിലാണ്. സോ ആ ടൈപ്പ് ഓഫ് റിസീവറിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ റിസീവർ എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ റിസീവർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ മാപ്പ് റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അപ്പോസിറ്റീവ് പ്രോബിലിറ്റി ആണ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് മാപ്പ് സ്റ്റാൻഡ്സ് ഫോർ, ആൻഡ് ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ബെയേഴ്സ് തിയറം. നമ്മൾ മാപ്പ് അപ്പോസിറ്റീവ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ബെയേഴ്സ് തിയറം വെച്ചിട്ടാണ്. സോ ഒരു ബൈനറി സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. അതിൽ 2 സിമ്പിൾസ് ഉണ്ട്, 0 and 1 ഉണ്ട്. സോ ഈ 0 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ A0 ആണ്, 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇവന്റ് A1 ആണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ A0ഉം A1ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മ്യൂച്വലി എക്സോസ്റ്റീവ് ആണെന്നും പറഞ്ഞു. കാരണം A0 യൂണിയൻ A1 എന്ന് പറയുന്നത് 0, 1 ആണ്. പിന്നെ A0 യൂണിയൻ A1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് ആണ്. ആൻഡ് A0 ഇന്റർസെക്ഷൻ A1 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് അല്ലെങ്കിൽ നൾ ഇവന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആയി. അങ്ങനെയാണെങ്കിൽ ദേ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ ബെയർ തിയറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കേസിൽ ഒരു ബൈനറി സിമെട്രിക് ചാനൽ കൺസിഡർ ചെയ്യാണ്. സോ ആ സിമെട്രിക് ചാനലിൽ 2 സിമ്പിൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.1 ആണ്. നെക്സ്റ്റ് 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.9 ആണ്. അങ്ങനെയാണെങ്കിൽ റിസീവ് ചെയ്യുന്നത് 2 സിമ്പിൾസ് റിസീവ് ചെയ്യും. ഒന്ന് B = 0, പിന്നെ B = 1. ദെൻ ഇപ്പം 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 തന്നെ റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.8 ആണ്. 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. അതേപോലെ തന്നെ 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.8 ആണ്. ആൻഡ് 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. അതുപോലെ 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. സോ ഇത് രണ്ടും സെയിം ആണ്, സിമെട്രിക് ആണ്. സോ നമുക്ക് ഈ ഒരു ചാനലിന് ഒരു ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറയാം. സോ ഈ ചാനലിന് ഒരു ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്ത 0 ആണ്. സോ 0 can either be received as 0 or it is equal to 0.8 or it can be also flipped to 1, then the probability 0.2. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിനൊരു സിമെട്രിക് ചാനലാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഇല്ലെങ്കിൽ പ്രോബിലിറ്റീസ് ഉണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ P of A0, ഇവന്റ് A0ന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.1 ആണ്. ഇവന്റ് A1ന്റെ പ്രോബിലിറ്റി 0.9 ആണ്. സോ ഇതിനെ നമ്മൾ പ്രയർ പ്രോബിലിറ്റി എന്ന് പറയും. A0നും A1നും പ്രയർ പ്രോബിലിറ്റി എന്ന് പറയും. ഇനി P of A1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 കിട്ടാനുള്ള പ്രോബിലിറ്റി അതെന്തെന്നാ
അതേപോലെ തന്നെ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി, അത് നമ്മൾ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റി എന്ന് പറയും. ഫ്ലിപ്പ് ചെയ്തിട്ട് വരുന്നത്, നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതല്ലല്ലോ റിസീവ് ചെയ്യുന്നത്. സോ അതിനെ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റി എന്ന് പറയും. ഇനി 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 തന്നെ കിട്ടാനുള്ള പ്രോബിലിറ്റിയും, അതുപോലെ 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1 തന്നെ കിട്ടാനുള്ള പ്രോബിലിറ്റിനെ നോൺ ഫ്ലിപ്പിംഗ് പ്രോബിലിറ്റി എന്ന് പറയും. സോ ഈ രണ്ട് പ്രോബിലിറ്റിനെ ടുഗദർ ഇറ്റ് ഇസ് നോൺ ആസ് ലൈക്ലിഹുഡ് പ്രോബിലിറ്റി എന്ന് പറയും. ഈ രണ്ട് പ്രോബിലിറ്റിനെ ടുഗദർ ഇറ്റ്സ് നോൺ ആസ് ലൈക്ലിഹുഡ് പ്രോബിലിറ്റി എന്ന് പറയും. സോ നമ്മളിനി ഈ പറഞ്ഞ ബെയേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് now we are employing the Bayes theorem to compute the apostoliar probability കണ്ടുപിടിക്കാനാണ്. സോ apostoliar probability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് റിസീവ് ചെയ്തത്, ഇന്നത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതാവാനുള്ള പ്രോബിലിറ്റി. ഇപ്പം നമ്മൾ പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞാൽ 0ഉം ബി ടിൽട്ട് എന്ന് പറയുന്നത് 1ഉം ആണ്. സോ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യാനുള്ള 0 റിസീവ് ചെയ്തിട്ട് 0 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് ഈ പി ഓഫ് A0 ഗിവൺ ബി എന്ന് പറയുന്നത്. അതായത് പി ഓഫ് A0 ഗിവൺ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 0 റിസീവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. സോ അതിനാണ് അപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ അപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി വെച്ചിട്ട് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചു. അത് 8/26 ആണ് കിട്ടി. ഇനി 0 റിസീവ് ചെയ്തിട്ട് 1 ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 18/26 എന്ന് എടുത്തു. സോ ഇങ്ങനെ രണ്ടും കമ്പ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ 18/26 ആണ് ഈ 8/26 ഗ്രേറ്റർ വാല്യൂ. അതായത് അപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ടു 1 ആണ് ഗ്രേറ്റർ ദാൻ അപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ടു 0. ദാറ്റ് ഈസ് A1. ഇവിടെ A1 ആണ്, ഇറ്റ്സ് കറസ്പോണ്ട്സ് ടു 1. സോ ഈ 18/26 ആണ് ഗ്രേറ്റർ ദാൻ 8/26 ആണ്. സോ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാക്സിമം അപ്പോസ്റ്റീരിയർ ബേസ് ചെയ്ത് മാക്സിമം വാല്യൂ ഓഫ് അപ്പോസ്റ്റീരിയർ. നമ്മളിപ്പോൾ അപ്പോസ്റ്റീരിയറുടെ കാൽക്കുലേറ്റ് സമയത്ത് മാക്സിമം എവിടെയാണ് വന്നത് 18/26 അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പൽ ഏതാ 1 ആണ്. So based on the maximum apostoliar we choose or decide that 1 at the receiver. നമ്മൾ 1 ആണ് റിസീവ് ചെയ്തത് നമ്മൾ അസ്യൂം ചെയ്യും അല്ലെങ്കിൽ ചൂസ് ചെയ്യും. ഓക്കെ, കാരണം apostoliar probability corresponding to 1 is greater than apostoliar probability corresponding to 0. So based on the maximum apostoliar we choose or decide that at the receiver we have received 1 since it corresponds to maximum apostoliar probability. ആൻഡ് ഈ ടൈപ്പ് ഓഫ് റിസീവറിനെയാണ് മാപ്പ് റിസീവർ എന്ന് പറയുന്നത്. മാക്സിമം അപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റി റിസീവർ എന്ന് പറയും. ഓക്കെ, സോ ഈ അപ്പോസ്റ്റീരിയർ പ്രോബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള റിസീവറാണ് മാപ്പ് റിസീവർ. ഇനി നേരെ മറിച്ച് ലൈക്ലിഹുഡ് ഫംഗ്ഷൻസിലെ ലൈക്ലിഹുഡ് പ്രോബിലിറ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പം 1 ട്രാൻസ്മിറ്റ് ചെയ്തു 0 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്ത് 1 റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്ത് 0 തന്നെ റിസീവ്, 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഈ 4 കോമ്പിനേഷൻസിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവ് ചെയ്യുന്ന എന്താണെന്നുള്ള യൂസ് ചെയ്യുന്ന പ്രോബിലിറ്റിയാണ് ഈ പറഞ്ഞ മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ അല്ലെങ്കിൽ ML റിസീവർ ബേസ്ഡ് പ്രോബിലിറ്റി. സോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഏത് കേസിലാണ് എറർ പ്രോബിലിറ്റി എറർ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പ് റിസീവറിൻ്റെ കേസിലാണ് പ്രോബിലിറ്റി ഓഫ് എറർ റെഡ്യൂസ് ആവുന്നത് അല്ലെങ്കിൽ മിനിമം ഉള്ളത്. സോ നമ്മൾ ഒപ്റ്റിമം റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് റിസീവറാണ്, ML റിസീവർ അല്ല. ഒപ്റ്റിമം റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's map receiver. Okay.